ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിക്കാത്ത കുറേ നല്ല നിമിഷങ്ങളാണ് ഈ കാണുന്നത്. ഏട്ടൻ പണി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞങ്ങൾ വൈകിട്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറച്ച് നേരം ഇന്നത്തെ യാത്ര നേരെ പോയത് വൈപ്പിനിലോട്ടാണ്. വൈപ്പിനിൽ ചെല്ലുക, അവിടെ കുറച്ച് നേരം ഇരിക്കുക, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അതേ ആ കിടക്കുന്നത് കണ്ട കുറച്ച് വിറകാണ്. ഈ പ്രാവശ്യം കറങ്ങാനിറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് വലിയ നഷ്ടമായിട്ട് തോന്നിയില്ല. കുറച്ച് ഏട്ടൻ പറഞ്ഞ ഒരു 5 കിലോത്തോളം ഉണ്ടെന്ന് പറഞ്ഞു. എന്നാലും ഞങ്ങൾക്ക് കുറച്ച് വിറക് കിട്ടി. വേണ്ട, ഇതാണ് എൻ്റെ നിധി, എൻ്റെ എന്താ പറയുക, എൻ്റെ ജീവനാണ്. ഈ കണ്ട കാലം അത്രയും എന്നെ സന്തോഷത്തോടുകൂടി തന്നെ കൊണ്ടിടക്കിയ, എൻ്റെ മരുന്ന് പോലും മുടക്കാതെ നല്ല രീതിയിൽ എന്നെ സ്നേഹിച്ച് ചേർത്ത് പിടിച്ച് കൊണ്ടിടക്കണേണ്. എന്നും വൈകിട്ട് ഞങ്ങൾ കറങ്ങാൻ പോകട്ടോ. ഇന്ന് ഞങ്ങൾ തിരഞ്ഞെടുത്തേക്കണത് വൈപ്പിനാണെന്നുള്ളൂ. സാധാരണ ഞങ്ങൾ പുതുവൈപ്പ് ബീച്ച് അല്ലെങ്കിൽ എവിടെയെങ്കിലും പള്ളി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകും. എന്നോട് ചോദിച്ചിട്ടാണ് കൊണ്ടുപോകാറ്. ചില സമയത്ത് എനിക്ക് സർപ്രൈസും തരും കേട്ടോ. അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് നേരം റീലൊക്കെ എടുത്ത് ഞങ്ങൾ കണ്ട പോകാമെന്ന് വിചാരിച്ചിരിക്കണേ കേട്ടോ. അപ്പോഴാണ് കപ്പൽ വന്നത്. കപ്പൽ മാത്രമല്ല, ജങ്കാറും കപ്പലും കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഏട്ടൻ പറഞ്ഞാൽ അതും കൂടി എടുത്തിട്ട് പോവാം എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് ഞങ്ങൾ റിട്ടേൺ പോരുവാണ്. റിട്ടേൺ പോകാൻ വഴിക്കുള്ള കാഴ്ചകളാണ് ഇത് കണ്ട. വൈപ്പിന്ന് നമ്മൾ വൈപ്പിന്ന് പോന്നപ്പോൾ പൂതി, കാരണം തിങ്കളാഴ്ച തുടങ്ങി ജിമ്മിൽ പോകണേണ്. ഇത് ഞങ്ങൾ മീൻ മേടിച്ചിരുന്ന വെച്ച സ്ഥലമുണ്ടാ. അപ്പം ഞങ്ങൾ മാറ്റി വൈപ്പിനിൽ വേറൊരു കടയിൽ നിന്നാണ് മേടിക്കണത്. അത് അടുത്ത ദിവസം ഞങ്ങൾ വീഡിയോ ഇടാവേ. അപ്പോൾ വൈപ്പിന്ന് പോന്നു. ഇപ്പം എന്നിട്ടാണ് കാളമുക്കോ ആകെ ആ ഒരു ഭാഗമായി. അത് തന്നെ കാളമുക്കായി. കാളമുക്ക് കഴിഞ്ഞ് മുരുക്കുംപാടം. പിന്നെ ഇങ്ങനെ പോണ വഴിക്കാണ് ഞങ്ങൾ ചിന്തിച്ചത്, ഞങ്ങൾക്കൊരാഗ്രഹം വട്ടും കരളും മേടിച്ച് കറി വെക്കണം. അപ്പോൾ സാധാരണ രാവിലത്തെ ഫുഡ് ഞാനിവിടെ ഉണ്ടാക്കാറില്ല. ഏട്ടൻ രാവിലെ ജോലിക്കെന്നും പറഞ്ഞ് പോണ സമയത്ത് വരുമ്പോൾ ലോഡൊക്കെ ഇറക്കിയിട്ട് വരുമ്പോഴത്തേക്കും രാവിലത്തേക്കുള്ളത് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരും. അങ്ങനെ അതാണ് കഴിക്കാറ്. ഉച്ചക്കത്തേക്കും വൈകുന്നേരത്തേക്കും ഉള്ളതൊക്കെയാണ് ഞാനിവിടെ ഉണ്ടാക്കാറ്. അങ്ങനെ എല്ലാ ദിവസവും ഒന്നുമല്ല കേട്ടോ, വല്ലപ്പോഴും അങ്ങനെ ചെയ്യാറ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങളിവിടെ എത്തി. ഞങ്ങളുടെ വീട്ടിലോട്ട് തിരിച്ച് വന്നെയാണ്. എളങ്ങുന്നപ്പുഴയിലാണ് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കണേ. അപ്പോൾ ഇവിടെ എനിക്ക് 2 കൂട്ടുകാരും കൂടെ ഉണ്ട്. അത് നിങ്ങൾ ഇതിന് ഞാൻ ഷോർട്ടായിട്ടാണ് ഇട്ടേക്കുന്നത് വീഡിയോസേ. അപ്പോൾ അതിൽ ഉണ്ടാവും അവർ 2 പേരും. ഞങ്ങളുടെ ഇങ്ങോട്ട് വീടിൻ്റെ അങ്ങോട്ട് തിരിയുമ്പോൾ ഉള്ള വളവിൽ നിൽക്കുന്ന ചേട്ടന്മാരാണ്. ഇവിടെ നിന്ന് ഇപ്പം കാണട്ടെ നിങ്ങൾക്ക് ആൾക്കാരാ കണ്ട. 2 പേരും ഞങ്ങളുടെ വണ്ടിയുടെ സൗണ്ട് എവിടെ കേട്ടാലും ഇങ്ങനെ നിന്നിട്ട് പരാതി പറയണേട്ടത് പുള്ളി. ഞാൻ പരാതി കേൾക്കാനും നിൽക്കും, സംസാരിക്കാനോടവൻ. ഈ താക്കോല് തുറക്കാൻ നോക്കുമ്പോൾ സ്നേഹം കൊണ്ട് ആക്കണതല്ലതണ്ടി. ഞാൻ വല്ലതും കഴിച്ചിട്ടുണ്ട്, അത് മണത്ത് നോക്കണേണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. വാതിലുറക്കുമ്പോൾ അവനൊന്ന് വണ്ടി കയറണം, വണ്ടിയിൽ എന്തൊക്കെയുണ്ടെന്ന് പരിശോധിക്കണം, പിന്നെ എൻ്റെ മേത്തോട്ടൊന്ന് ചാടിക്കയറണം. ഇതൊക്കെയാണ് എൻ്റെ ഒരു ഹോബി. അപ്പോൾ ഇന്നത്തെ യാത്ര കഴിഞ്ഞു, ഞങ്ങൾ വീട്ടിൽ വന്നു. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം.